എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. നേരത്തെ കുറേ കാര്യങ്ങൾ പറയേണ്ട ഒരു തുടക്കത്തിലായിരുന്നു. പക്ഷേ പുള്ളി കയറി, ശശി തരൂർ സാർ കയറി വന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്നാലും പുള്ളിയെടുത്ത് ഒരു സംഭവം മാത്രമേ പുള്ളിയെടുത്ത് പറയാൻ പറ്റിയുള്ളൂ. പക്ഷെ അതല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാല്, രാജീവ് ചന്ദ്രശേഖരൻ സാറ് വന്നാൽ ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പം മണി 3 അദ്ദേഹത്തിന് 3 മണി വരെ കാത്തിരുന്നു. അപ്പം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഇലക്ഷന്റെ പ്രചരണം അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത്. പക്ഷെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ട് അവരെന്തായാലും അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇതെത്തിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം കൊണ്ട് ഞാൻ പറയാണ്. ഈ ഹാള് മൊത്തം ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂപ്പമാരും അച്ഛന്മാരും ഒക്കെയാണ്. അവരാരും തന്നെ ചിരിക്കുന്നില്ല. അവർക്കെല്ലാം വേദനകളാണ്. പക്ഷേ അവരുടെ ചിരി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ ഈ വേദനകൾ നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഗവൺമെന്റ് തന്നെ നമ്മളോടൊപ്പം വേണം. പക്ഷേ എനിക്ക് പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖർ സാറിലാണ്. കാരണം ഞാൻ ഈ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സാർ മത്സരിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ അദ്ദേഹത്തിനെ പറ്റി സ്റ്റഡി ചെയ്യായിരുന്നു ഗൂഗിളിൽ. പിന്നെ ഇപ്പം അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോഴും തിരുവനന്തപുരത്തുള്ള വോട്ടേഴ്സിന് പ്രതീക്ഷകൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഹൃദയമുള്ളവനാണ്, അദ്ദേഹത്തിന് സാധിക്കും എന്നൊരു പൂർണ്ണ ബോധ്യം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്താൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. കാരണം രാവിലെ 6 മണിക്ക് പ്രൈം മിനിസ്റ്ററിനെ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് BJP ഇവിടെ മത്സരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്ന രാഷ്ട്രീയമല്ല. പക്ഷേ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചാൽ അദ്ദേഹം തീരദേശത്തിലുള്ള തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില ചിന്തകൾ. കാരണം ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളും അവരുടെ പാരന്റ്സിനും നമുക്ക് നൽകാൻ സാധിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനെ അറിയിക്കുക, അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം കുട്ടികൾ പഠിച്ച് വളർന്ന് എടുത്ത് അവർക്ക് ജോലി കൊടുക്കാമെന്ന് നേരത്തെ ഇവിടുന്ന് മന്ത്രി പറയുന്നത് കേട്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടികൾ വളരണമെങ്കിൽ ഈ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ടിട്ട് വേണോ 20, 21 വയസ്സും 25 വയസ്സാക്കാൻ? ഈ രക്ഷിതാക്കൾ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ ഈ രക്ഷിതാക്കൾക്കല്ലേ നമ്മൾ ജോലി കൊടുക്കേണ്ടത്, ഗവൺമെന്റ് ജോലി കൊടുക്കേണ്ടത്? എംപ്ലോയ്മെന്റിലും PSCക്കും കാത്തിരിക്കണോ? ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായി ഒരു PSC ടെസ്റ്റ് ഇല്ലാതെ ഗവൺമെന്റ് ജോലി നൽകാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കില്ലേ? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിക്കണം, സെൻട്രൽ ഗവൺമെന്റ് വിചാരിക്കണം. അപ്പം നമ്മുടെ ഐഡിയാസ്, നമ്മുടെ വേദനകൾ നമ്മൾ ആര് വഴി എത്തണം? എനിക്ക് പോയി ഇപ്പൊ പ്രൈം മിനിസ്റ്റർ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ നമ്മള് സ്വാതന്ത്ര്യമുള്ള രാജീവ് സാറിനെ പോലുള്ളവർ പോകുമ്പോൾ, ചെല്ലുമ്പോൾ, ജയിക്കുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ രാജീവ് സാറിനോട് പറയാണ്, രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ അടുത്ത് പറയാണ്, സാറ് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും തിരുവനന്തപുരത്തുള്ള ജനങ്ങളെ ഞാൻ വേണ്ടുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ചെയ്തോളാം എന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം, പക്ഷെ ഞാൻ വിജയിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി 6 ദിവസം അവിടെ താമസിച്ച് 6ാമത്തെ ദിവസം തിരിച്ചു വന്ന് 7ാമത്തെ ദിവസം തീരദേശത്തിലുള്ള ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന രാജീവ് സാറിനെയാണ് എനിക്ക് വിശ്വാസം.